ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ. കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തോടനുബന്ധിച്ച് പാക് അധിനിവേശ കാശ്മീരിലെ മുസഫറാബാദിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യയുമായി പുതിയ നയതന്ത്ര പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമാകുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം മേഖലയിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി പ്രമേയങ്ങൾ നടപ്പിലാക്കിയും മാത്രമേ തർക്കത്തിന് പരിഹാരം കാണാനാകൂ എന്ന് ആവർത്തിച്ചു. പാകിസ്ഥാൻ ജനതയുടെയും നേതൃത്വത്തിന്റെയും അചഞ്ചലമായ പിന്തുണ കാശ്മീരിനൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം മുസാഫറാബാദിലെ നിയമസഭയിൽ പ്രസംഗിക്കവേ വ്യക്തമാക്കി. കാശ്മീരിനോടുള്ള പാകിസ്ഥാന്റെ പ്രതിബദ്ധത അതിന്റെ വിദേശ നയത്തിന്റെ അടിസ്ഥാനമാണെന്നും രാജ്യത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്ന ഈ പ്രദേശത്തെ പാകിസ്ഥാന്റെ കഴുത്തുസിര എന്നാണ് വിശേഷിപ്പിച്ചതെന്നും ഷെരീഫ് ഓർമ്മിപ്പിച്ചു. മേഖലയിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും എന്നെന്നും അങ്ങനെ തന്നെ തുടരുമെന്നുമുള്ള നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണം ന്യൂഡൽഹി വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. കാശ്മീർ പ്രശ്നത്തെ പലസ്തീൻ വിഷയവുമായി ബന്ധിപ്പിച്ച ഷഹബാസ് ഷെരീഫ് രണ്ട് പോരാട്ടങ്ങളും സ്വയം നിർണയാവകാശത്തിന് വേണ്ടിയുള്ളതാണെന്ന് വാദിച്ചു. ബുർഹാൻ വാനി, സയ്യിദ് അലി ഗീലാനി, യാസിൻ മാലിക് തുടങ്ങിയ വിഘടനവാദി നേതാക്കളെ പരാമർശിച്ച അദ്ദേഹം ഇവരുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. 2025 മെയ് മാസത്തിലുണ്ടായ 4 ദിവസത്തെ സൈനിക സംഘർഷത്തിന് ശേഷം കാശ്മീർ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും സജീവമായെന്നും ഇന്ത്യ പ്രോക്സികൾ വഴി തീവ്രവാദം വളർത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യ ഈ ആരോപണങ്ങളെല്ലാം നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ നൽകുന്ന നയതന്ത്ര രാഷ്ട്രീയ പിന്തുണ ആവർത്തിച്ച് പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഐക്യദാർഢ്യ ദിനത്തിന്റെ ഭാഗമായി പാകിസ്ഥാനിലുടനീളം വൻ റാലികളും സെമിനാറുകളും സംഘടിപ്പിച്ചു. കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി രാജ്യവ്യാപകമായി 1 മിനിറ്റ് മൗനമാചരിക്കുകയും പ്രധാന നഗരങ്ങളിൽ പൊതുയോഗങ്ങൾ ചേരുകയും ചെയ്തു. കാശ്മീർ തങ്ങളുടെ അവിഭാജ്യ ഘടകമാണെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനങ്ങൾക്കിടയിലും ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകളിലൂടെ മേഖലയിൽ സംഘർഷാവസ്ഥ നിലനിർത്താനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 15 കൊളംബോയിൽ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ചത് ഉചിതമായ തീരുമാനമാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ T20 ലോകകപ്പ് മത്സരത്തെ ചൊല്ലിയുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടാനുള്ള സൂചനകളൊന്നും കാണിച്ചില്ല. ബംഗ്ലാദേശിനെ പിന്തുണയ്ക്കുന്നത് പരിഗണനയോടെ എടുത്ത നിലപാടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് അതിരുകൾക്കപ്പുറത്തേക്ക് പോകൂ, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരം കളിക്കില്ലെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം കായിക രംഗത്ത് രാഷ്ട്രീയം പാടില്ല. ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്ത നിലപാടാണ് സ്വീകരിച്ചത്. ബംഗ്ലാദേശിനൊപ്പം പൂർണ്ണമായും നിലനിൽക്കണം. ഇത് വളരെ ഉചിതമായ തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ ബംഗ്ലാദേശിനൊപ്പമെന്നും പറഞ്ഞു. എന്തൊക്കെയായാലും ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.